എന്താണ് അൾജീരിയക്ക് എന്താ കാണിച്ചതെന്നൊന്നും മനസ്സിലായില്ല എനിക്ക്. ഈ സത്യം പറഞ്ഞൊന്നും മനസ്സിലായില്ല. കുറേ പേര് അൾജീരിയ വലിയ ടീമാണ്, അതാണ്, അത്ര തോൽപ്പിച്ചു, ഇത്ര അടിച്ചു, ഗോളടിച്ചു, മാങ്ങാ തേങ്ങ ചുക്കും ചുണ്ണാൻ പോയത് തേങ്ങയില്ല. പിന്നെ ഇതേ അർജൻറ്റീനയാണ്, അർജൻറ്റീന അടിക്കും ജയിക്കും, ഇത് അർജൻറ്റീനയ്ക്കുള്ളതാണ്. ഹാട്രിക്കാണ്, ഹാട്രിക്ക് നമ്മുടെ മെസ്സി. എടാ നിങ്ങൾക്ക് വെല്ലുവിളികളാവാം, പക്ഷെ അത് അർജൻറ്റീനയോടോ മെസ്സിയോടോ വേണ്ട, അത് നടക്കില്ല. നിങ്ങൾ ഇന്ന് മറ്റേത് ടീമിനെയും കമ്പയർ ചെയ്യുന്ന പോലെ അർജൻറ്റീന കമ്പയർ ചെയ്യണ്ട, അത് നടക്കൂല. നിങ്ങൾ അൾജീരിയ അല്ല ഏത് ടീം വന്നാലും ഞങ്ങളത് പൊട്ടിച്ച് കൈ തരും. എടാ ഗോട്ട് എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അത് മെസ്സിയാണ്. അത് അർജൻറ്റീന ടീമാണ്. അവർ പ്ലെയേഴ്സ് മെസ്സിക്ക് കൊടുക്കുന്ന സപ്പോർട്ടും മെസ്സി അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടും എല്ലാം കൂടി കമ്പയർ ചെയ്തൊരു ബ്ലാസ്റ്റാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? പൊളി, ഒന്നും പറയില്ല. നമുക്ക് ഇനിയും വേണമെങ്കിൽ വെല്ലുവിളിക്കുക ബ്രസീലിനോടോ, നെതർലാൻഡ്സിനോടോ, ഫ്രാൻസോ, എസ്പെഷ്യലി ഇംഗ്ലണ്ടോ, ആർക്കും വെല്ലുവിളിച്ചോ. നമ്മൾ കളിച്ചിരിക്കും, നമ്മളിങ്ങനെ വിടുവായിട്ടും പറയില്ല, കളിച്ച് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിച്ചു തരും. അതാണ് അർജൻറ്റീന. അപ്പോൾ അത്രേ ഉള്ളൂ. ഹാപ്പി, 3 ഗോൾ കിട്ടി, ഹാട്രിക്ക്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് മാച്ച് തന്നെ ഹാപ്പി, ഒന്നും പറയാനില്ല. ഇത്തവണത്തെ കപ്പ് ഞങ്ങൾക്ക് തൂക്കട്ടെ, ഞങ്ങളതിന് തൂക്കാനുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടീമുകൾക്കും തൂക്കാനുണ്ട്. എസ്പെഷ്യലി ഇന്നലത്തെ സെനഗലിൻ്റെ മാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഫ്രാൻസും സെനഗലായിട്ടുള്ള ഫസ്റ്റ് ഹാഫ് സെനഗൽ അടിപൊളിയായി കളിച്ചിട്ടുണ്ട്, നൈസായിട്ട് കളിച്ചു. ഫ്രാൻസിനെ അങ്ങോട്ട് എന്താ പറയുക, ഇത് പറയല, നല്ല പോലെ ബോൾ പാസിങ്ങും കാര്യങ്ങളും കൺട്രോളിങ്ങും ഒക്കെ സെനഗലിൽ എത്തുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഫ്രാൻസും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി സെനഗലിലെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത അർജൻറ്റീന മാച്ചിന് കാണാം.